അവരിനി ചിന്തിക്കത്തില്ല. മോഹൻലാൽ മമ്മൂട്ടി എന്റെ കൂടെ അഭിനയിക്കാൻ റെഡി ആവണ്ടേ? ശോഭന അങ്ങനെ ആരുടെയും അമ്മയായിട്ട് അഭിനയിച്ചിട്ടില്ലല്ലോ. അതൊക്കെ രജനീകാന്ത് സ്റ്റൈലൊക്കെ ഭാഷാ സ്റ്റൈലൊക്കെ തോന്നി എനിക്ക്. ഭയങ്കര ചിരിച്ചു പറയുന്നില്ല. എനിക്ക് പെട്ടെന്ന് കേട്ടപ്പോ എനിക്ക് എന്റെ ഉള്ളിലൊന്നും ഒരു പിഴച്ചില്ല. അയ്യോ അത്ര അനുഭവിച്ചതൊക്കെ ഭയങ്കര സ്നേഹം കൊതിക്കുന്നുണ്ടല്ലേ ഭയങ്കരമായിട്ട്. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവള് നമ്മുടെ പാവയാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും അവൾ ട്രീറ്റ് ചെയ്യാം. അവൾ അവിടെ കിടന്നോളും. സോ ദാറ്റ് ആറ്റിറ്റ്യൂഡ് ഹാസ് ടു ചേഞ്ച്. ഫിസിക്കലി എന്തായാലും ഒരാണ് തന്നെയാണ് സ്ട്രോങ്ങർ. എനിക്ക് ഇപ്പം അല്ലാന്ന് വേണമെങ്കിൽ ആർഗ്യൂ ചെയ്യാം. ആദ്യമായിട്ട് എനിക്ക് ഒരു സ്വന്തമായിട്ട് ഒരു വീട് വാങ്ങാനുള്ള ഒരു ഭാഗ്യം എൻ്റെ 60 വയസ്സ് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ആ പൈസ ഒന്നും ഓർമ്മയുണ്ടല്ലോ അല്ലേ? പപ്സും ചായയും വരെ എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെയല്ല, ഇപ്പം അതിനുശേഷം ഇപ്പൊ നിൽക്കുന്ന മമ്മൂക്കയും ലാലേട്ടനെയും ഈ സമയത്ത് മീറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പൊ തുടരും പോലുള്ള സിനിമകളിൽ പഴയ നായികയായിട്ടുള്ള നമ്മുടെ ശോഭന ചേച്ചി നായികയായിട്ട് വീണ്ടും വന്നു. അപ്പം ഇനി അങ്ങനെ ഇവരുടെ നായികയാവാൻ ഒരു ആഗ്രഹം അങ്ങനെ എന്തെങ്കിലും? നമ്മുടെ ആഗ്രഹമൊക്കെ മാത്രം നടക്കുക എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ എന്തൊക്കെ നടക്കണം? ആഗ്രഹം ഇല്ല എന്ന് പറയാൻ പറ്റുമോ? എനിക്ക് ഇന്നും ആഗ്രഹം തന്നെയാണ് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ഹീറോയിനായിട്ട് അഭിനയിക്കാൻ. വിളിക്കണ്ടേ? വിളിക്ക്, ആരെങ്കിലും വിളിക്ക്. അവരിനി ചിന്തിക്കത്തില്ല. മോഹൻലാൽ മമ്മൂട്ടി എന്റെ കൂടെ അഭിനയിക്കാൻ റെഡി ആവണ്ടേ? അവർ വിചാരിക്കും നിവിന്റെ അമ്മ, ഫഹദിന്റെ അമ്മ, ഇങ്ങനെ അമ്മയായിട്ട് അഭിനയിച്ച് ഇനിയിപ്പോ അവർ എന്റെ നായികയായിട്ട് വെച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് വേണ്ട വെച്ച് കാണും. അങ്ങനൊന്നും ഉണ്ടാവില്ല. ആർക്കറിയാം? ചോദിക്കാം നെക്സ്റ്റ് ടൈം നമുക്ക് ലാലേട്ടനെയൊക്കെ കാണുമ്പോ ചോദിക്കാം. എന്നാ പിന്നെ ശോഭന ചേച്ചി വന്നില്ലേ, എന്നാ പിന്നെ അടുത്ത പടത്തിൽ നമുക്കൊരു ശോഭന അങ്ങനെ ആരുടെയും അമ്മയായിട്ട് അഭിനയിച്ചിട്ടില്ലല്ലോ. അല്ല, അമ്മയായിട്ട് അഭിനയിക്കുന്ന അത്ര വലിയ പ്രശ്നമൊന്നും അല്ലേ ചേച്ചി? ഞാൻ എന്ത് ചെയ്യാനാ? എനിക്കറിയാം മലയാളം ഓഡിയൻസ് എനിക്ക് ആ ഫ്രീഡം തന്നിട്ടുണ്ടെന്ന്. ഇപ്പൊ ഞാൻ ഇങ്ങനെ അഭിനയിച്ചാൽ ഇന്നും ഇവരുടെ നായികയായിട്ട് എന്നെ വിളിച്ചു കഴിഞ്ഞാല് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും തന്നെ എനിക്ക് ഉറപ്പുണ്ട്. അതെ, നിവിന്റെ ഉറപ്പുണ്ടല്ലോ? എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ പറ. അതെ, കുറച്ച് സപ്പോർട്ട്. അതെ സപ്പോർട്ട് ചെയ്യും. നമ്മൾ മാത്രല്ല, പൈസ ഒന്നും ഓർമ്മയുണ്ടല്ലോ അല്ലേ? പപ്സും ചായയും വരെ എനിക്ക് ഓർമ്മയുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ പറയുമ്പോ ഇപ്പൊ വിശപ്പ് വരും അല്ലേ? ഓക്കെ, കുറെ നേരമായിട്ട് നമ്മൾ ഈ സാരിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോണ്ടിരിക്കുക. നമുക്ക് എന്തുകൊണ്ടൊരു ഈ സാരിയുടെ ആഡുകാർക്ക് എന്തുകൊണ്ട് ചേച്ചിനെ വിളിച്ചൂടാ? വിളിക്കണ്ടേ? ഇവരും വിളിക്കണില്ല. നമ്മൾ വ്ലോഗ് തുടങ്ങിയിട്ട് ശാന്തികൃഷ്ണൻ എവിടെ ഉണ്ട്? ഞാൻ ശാന്തിയാണ്. നമുക്കൊരു റാമ്പോക്കൊക്കെ പറ്റത്തില്ലേ നല്ല അടിപൊളിയായിട്ട്? ഞാനൊരു ഡാൻസറാണ്, ഗ്രേസ്ഫുൾ ആണ്. എനിക്ക് നടക്കാനും നന്നായിട്ട് അറിയാം. അത്രല്ലേ ഉള്ളൂ റാമ്പ് വാക്ക് എന്നൊക്കെ പറഞ്ഞിങ്ങനെ അന്നടയോ അങ്ങനെയൊക്കെ നടക്കാലോ, നടക്കാൻ പറ്റും. അതെ, ഇവിടെ ഓ മൈ ഗോഡ് എന്താല്ലേ. അപ്പൊ ഇപ്പൊ ആൾക്കാരൊക്കെ നമ്മുടെ ശാന്തിച്ചിനെ വിളിക്കേണ്ടതാണല്ലേ അത്യാവശ്യമായിട്ട്? പിന്നല്ലാതെ. ഓക്കെ, കൊച്ചിയിലെ അതിലേക്കല്ലേ ഐ കെയിം ബാക്ക് ടു കേരള, റൈറ്റ്? ഞാനിപ്പോ കേരള കുട്ടിയായി. കേരള കുട്ടിയായപ്പോ ഓണം വരെയാണ്. അപ്പം യു ഷുഡ്, നമ്മളിവിടെ റെഡിയാണ്. നമ്മൾ കൊളാബല്ല, നമുക്ക് ക്യാഷ് തന്നിട്ട്. അത് അങ്ങനെ പറ. കൊളാബ് മാത്രം ആയി കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്. അവർക്ക് നമ്മളിങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയല്ലേ. മൈൻഡ് വല്ലപ്പോഴും. ഓക്കെ, നമ്മുടെ ശ്രീകൃഷ്ണത്തിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അതാണ് എൻ്റെ എല്ലാമായ ശ്രീകൃഷ്ണം എൻ്റെ വീട്. ആദ്യമായിട്ട് എനിക്ക് ഒരു സ്വന്തമായിട്ട് ഒരു വീട് വാങ്ങാനുള്ള ഒരു ഭാഗ്യം എൻ്റെ 60 വയസ്സ് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ഐ എം താങ്ക്ഫുൾ ഫോർ ദാറ്റ്. ഐ എം താങ്ക്ഫുൾ ടു ഓൾ മൈ ഫ്രണ്ട്സ്. കാരണം എന്ന് വെച്ചാൽ കേരളത്തിലോട്ട് വരണമെന്നും കൊച്ചിയിൽ വരണം എന്നൊക്കെ ആഗ്രഹമൊക്കെ പണ്ടും ഉണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എനിക്കില്ലായിരുന്നു. അപ്പോൾ കുറച്ച് കാലമായിട്ട് ഇപ്പോൾ പിള്ളേർ പഠിച്ചുകൊണ്ടിരുന്ന സമയമായതുകൊണ്ടാണ് ഞാൻ കൂടുതലും ബാംഗ്ലൂർ സെറ്റിലായത്. എന്ന് വെച്ചാൽ അവിടെയാണ് അവർ പഠിക്കാൻ തുടങ്ങിയതും. പിന്നെ US-ലോട്ടായിരുന്നു. സോ അങ്ങനെ ഷിഫ്റ്റിംഗ് ഫ്രം US ടു ബാംഗ്ലൂർ ആയിരുന്നു കുറച്ചുകൂടെ കംഫർട്ടബിൾ. കാരണം അവർക്കും പഠിക്കാനൊക്കെ മലയാളമൊക്കെ പഠിക്കാൻ എന്നൊക്കെ ആയിരുന്നു അവർക്ക്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? സോ ദേ വർ യൂസ്ഡ് ടു ഹിന്ദി, അതുപോലെയൊക്കെ യൂസ്ഡ് ആയിരുന്നു തുടക്കം മുതൽ അങ്ങനെ അവിടെ പഠിച്ചിട്ട്. സോ അതുകൊണ്ട് അവർക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി എനിക്കും ബാംഗ്ലൂർ കംഫർട്ടായിരുന്നു. എന്നുവെച്ചാൽ അമ്മയുണ്ടായിരുന്നു, ചേട്ടൻ, അവരെല്ലാവരും അവിടെ ഉണ്ട്. അപ്പോൾ നാച്ചുറലി ഞാൻ ഷൂട്ടിന് പോകുമ്പോൾ പിള്ളേർ അവിടെ തന്നെ ഉണ്ടെങ്കിൽ ഐ ഹാം കംഫർട്ടബിൾ ദാറ്റ് ഓക്കെ അവർ സേഫാണ് എന്നൊക്കെ. സോ അതുകൊണ്ടാണ് ബാംഗ്ലൂർ. ഇപ്പോൾ രണ്ടുപേരും ഇതായിരുന്നു US. അപ്പോൾ എനിക്ക് അവിടെ കമ്പനി അല്ല അങ്ങനെ ഒരു ആൾ ഒന്നും ചെയ്യാനുമില്ല. സോ ഐ ജസ്റ്റ് സിറ്റ് അറ്റ് ഹോം, ഒരു പണിയുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആണ് നമ്മൾ സോർട്ട് ഓഫ് യു ഫീൽ അപ്സെറ്റ്, യു ഫീൽ ലോൺലി. അപ്പോൾ പിള്ളേർ പറയും അമ്മ എന്തിനാ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യേ പിന്നെ എന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് അവർ തന്നെ പറഞ്ഞത് എന്നാൽ പിന്നെ അമ്മ വൈ ഡോണ്ട് യു ഷിഫ്റ്റ് ടു കേരള, ഒരു കുറച്ച് ദിവസം പോയി നോക്ക് എങ്ങനെയുണ്ട്, നമുക്ക് അവിടെ അമ്മയുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ, അവിടെ പോയി നോക്കിക്കൂടെ എന്ന്. ഞാൻ പറഞ്ഞു ശരി ആലോചിക്കാം. അപ്പോൾ റെൻറ്റിനൊരു വീട് എടുത്തിട്ട് കുറച്ച് ദിവസം നിൽക്കാം എന്നായിരുന്നു എൻ്റെ പ്ലാൻ. സോ വന്നിട്ട് നമുക്കൊരു ഫ്ലാറ്റ് എടുത്തിട്ട് ഇങ്ങനെ നിൽക്കാം. അപ്പോഴാണ് എൻ്റെ അതായത് എനിക്കറിയാം ഞാൻ US-ലൊക്കെ ഉള്ള സമയത്ത് തൊട്ടേ ഒരു 10-15 വർഷം
പഴക്കമുള്ളതാണ് കുറേ ഫ്രണ്ട്സ് എനിക്ക്. അവരെല്ലാവരും ആക്ച്വലി അവർ US വിട്ടിട്ട് ദേ ഹാവ് കം ആൻഡ് സെറ്റിൽഡ് ഇൻ കേരള. അപ്പോൾ അവർ കൊച്ചിയിലാണ്. അപ്പോൾ അവരാണ് എന്നെ സ്ഥിരം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നത്, SK എന്തിനാ അവിടെ വെറുതെ നിൽക്കുന്നത്, നിങ്ങൾ ഇങ്ങോട്ട് വാ. അപ്പം ഞാൻ പറഞ്ഞു, ഇവിടെ വന്നാലും ഇതന്നെയല്ലേ സ്ഥിതി, ഞാൻ ചുമ്മാ ഒരു ഫ്ലാറ്റിൽ കയറി ഇരിക്കും. അതിൽ ഫ്ലാറ്റ് ആര് പറഞ്ഞു, ഇവിടെ ഒരു വീട് റെഡി ആയിട്ടിരിക്കുകയാണ്, വന്ന് ഇവിടെ താമസിക്കാം, നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ദേ വർ പുഷിങ് മീ ഇൻ ടു കമ്മിങ്. അപ്പോൾ അതുകൊണ്ട് സംഭവം അതൊരു സമയം വരുമ്പോൾ എല്ലാം കൂടെ ഒത്തുവരും എന്ന് പറയുന്ന പോലെ കൃഷ്ണന്റെ അമ്പലത്തിന്റെ അടുത്ത് തന്നെയാണ് ആ വീടും. ഇന്നും രാവിലെ 5:30 മണിക്ക് അവിടെ നിന്ന് നമുക്ക് കേൾക്കാം മറ്റേ ഗുരുവായൂരപ്പന്റെ പാട്ടുകളും കൃഷ്ണന്റെ പാട്ടുകളൊക്കെ കേട്ടിട്ടാണ് നമ്മൾ ഉണരുന്നത് ഇപ്പോൾ ദിവസം. അവിടെ കംപ്ലീറ്റ് നമ്മുടെ നാട്ടിൻപുറത്തെ ഒരു എഫക്റ്റാണ്. അതുപോലെ നമുക്ക് മഴയൊക്കെ വരുന്ന അവിടെ നിന്ന്. ഞാൻ ആക്ച്വലി ഇൻസ്റ്റയിൽ എൻ്റെ സ്റ്റോറിയിൽ പോസ്റ്റ് ചെയ്തായിരുന്നു മഴയുടെ ഒരു ഇത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊക്കെ കാണാനും എന്തൊരു സുഖമാണ്, എന്തൊരു രസമായിരുന്നു. എനിക്ക് ആ ഒരു വീട്ടിലോട്ട് റെഡി ടു മൂവ് ഇൻ ഹൗസ് ആയിരുന്നു, പക്ഷെ അതിനകത്തോട്ട് കയറിയപ്പോഴേ ഒരു വൈബ്, ഐ ഫെൽറ്റ് വെരി ഹാപ്പി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ മേ ബി ഇറ്റ്സ് എനിക്ക് വേണ്ടി ഡെസ്റ്റിൻഡ് ആണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് അങ്ങനെയാണ് പിന്നെ എല്ലാവരുടെയും സ്നേഹവും നിർബന്ധവും കാരണം ഞാൻ അവിടെ വന്നു. ആൻഡ് എനിക്ക് ഈ വീട്ടിൻ പേര് ശ്രീകൃഷ്ണം എന്ന് ഞാൻ തന്നെയാണ് ഇട്ടത്. കാരണം അമ്മയുടെ അടുത്ത് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു SK വരുന്ന രീതിയിൽ ഇനി എന്തെങ്കിലും ചെയ്തോളൂ എന്ന് പേരിട്ടോന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചുമ്മാ ഒരു വണ്ടിയിൽ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൃഷ്ണന്റെ അമ്പലം കണ്ടു. അപ്പോൾ എൻ്റെ മൈൻഡിൽ എപ്പോഴും എൻ്റെ മൈൻഡിൽ എപ്പോഴും കൃഷ്ണ തന്നെയാണ്. അപ്പോൾ ശ്രീകൃഷ്ണ അപ്പോൾ ശ്രീകൃഷ്ണ എന്ന് പറയാം ശ്രീ. അപ്പോൾ SH ശാന്തിയുടെ SH വരും. അപ്പോൾ ശ്രീ ഇപ്പോൾ ക്യാപിറ്റൽ S ഇട്ടിട്ട് SHRI ശ്രീ കൃഷ്ണം. അപ്പോൾ ഞാൻ ആദ്യം അങ്ങനെയായിരുന്നു വെച്ചത്. അപ്പോൾ കൃഷ്ണം K, അപ്പോൾ K വീണ്ടും ക്യാപിറ്റൽ, അപ്പോൾ ശ്രീ K കൃഷ്ണ. അപ്പോൾ എനിക്ക് എൻ്റെ MM കൂടെ ചേർക്കണം എന്നുണ്ടായിരുന്നു. എൻ്റെ മക്കളുടെ പേര് മിത്തുൽ മിത്താലി. അപ്പൊ MM കൂടെ ചേർത്തു. അപ്പൊ അങ്ങനെ അതും ക്യാപിറ്റൽ ആക്കിയപ്പോ SKMM എന്നുണ്ടാവും. മൊത്തത്തിൽ വായിക്കുമ്പോൾ ശ്രീകൃഷ്ണം. അപ്പൊ ഒരു പറയുമ്പോ ഒരു ഹമ്മിങ്ങും കൂടി ഉണ്ടല്ലോ കൃഷ്ണന്റെ. ശ്രീകൃഷ്ണം എന്ന് പറയുന്ന പോലെ ഓം എന്നൊക്കെ പറയുന്നത് ആ ഒരു എഫക്ട്. ഐ ഡോണ്ട് നോ, സംഭവം അത് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് എൻ്റെ വീട്ടും പേര് ശ്രീകൃഷ്ണം എന്ന് കൂടെ ആക്കിയത്. ഓക്കെ. ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള ഒരു ടാലന്റ് എന്തായിരിക്കും മാമിന്റെ? എൻ്റെ യുണീക്ക് ടാലന്റോ? സ്വന്തമായിട്ട് കണ്ടുപിടിച്ചൊരു എൻ്റെ ഒരു യുണീക്ക് ടാലന്റ് എനിക്ക് ഇതാണ്, അങ്ങനെ കണ്ടുപിടിച്ചൊരു സാധനം എന്തായിരിക്കും? നിങ്ങൾക്ക് എൻ്റെ ഈ സംസാരം ഇഷ്ടമാണെങ്കിൽ അത് എൻ്റെ യുണീക്ക് ടാലന്റ് ആയിരിക്കും. ഞാൻ കൂടുതൽ സംസാരിക്കും. ചിലപ്പോൾ തോന്നി എന്തുവാടി നീ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ചിലപ്പോൾ മൈൻഡിൽ ഈവൻ ടോക്കിംഗ് സെൻസ് എന്ന് ചില സമയത്ത് തോന്നിപ്പോവും. ബിക്കോസ് ഇപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഞാൻ ചിലപ്പോൾ ഇങ്ങനെ സംസാരിച്ച് എന്തായിരുന്നു ക്വസ്റ്റ്യൻ, കാരണം ദിസ് വിൽ ഗോ ഓൺ, മറന്നുപോയി, തുടങ്ങിയ വഴി മറന്നു. അതായിരിക്കും എന്റെ യൂണീക്ക് ടാലന്റ്. തിരിച്ചു വരണം അവിടെ. എന്നാ ഉണ്ട്, പക്ഷെ ഇതൊരു യൂസ്ലെസ് ആയിട്ടുള്ള ഒരു ടാലന്റ് ഏതായിരിക്കും? യൂണിക് ടാലന്റ് അല്ല യൂസ്ലെസ് ടാലന്റ്, അങ്ങനെ ഒരു ടാലന്റ് പറയുമോ അതിന്? യൂസ്ലെസ് ടാലന്റ്. എനിക്ക് ഇങ്ങനെ ഒരു ടാലന്റ് ഉണ്ട്, പക്ഷെ എനിക്ക് അതങ്ങോട്ട് യൂസ് ചെയ്യില്ല, അതുകൊണ്ട് യൂസ് ഇല്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു യൂസ് ഇല്ലാത്ത എന്നാ എന്റെ കയ്യിലുള്ള ഒരു ടാലന്റ്, നമ്മുടെ ഒരു യൂസ്ലെസ് ട്രേറ്റ്, പേഴ്സണാലിറ്റി ട്രേറ്റ്. എന്താണ്? ഒന്നുമില്ല. ക്ഷമയില്ല നമുക്ക് തീരെ. അതായിരിക്കാം. ഐ മീൻ അത് എല്ലാവർക്കും മിക്കവർക്കും ഉണ്ടാവും. എനിക്ക് ഭയങ്കര സെൻസിറ്റീവാ. ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ് ഓൾസോ. ഭയങ്കര ഓവർ സെൻസിറ്റീവ് ആണ്, പൊസസീവ് ആണ്, അതൊക്കെ ഉണ്ടാവും എനിക്ക്. സോ ഇതൊക്കെ ചെറിയ ചെറിയ ഒരു നെഗറ്റീവ് ട്രേറ്റ്സ് ആണെങ്കിൽ നെഗറ്റീവ്, ബട്ട് ഇതൊരു നാച്ചുറൽ സംഭവം കൂടി അല്ലേ, എല്ലാവർക്കും ഉണ്ടാവില്ലേ ഒരു സാധനം, ഒരു പൊസസീവ്നെസ് വരാം. ഇപ്പൊ കുറച്ച് ഇപ്പൊ എന്റെ മക്കള് തന്നെ ആരോടെങ്കിലും കുറച്ച് കൂടുതൽ സംസാരിച്ച് എന്നെ ഇഗ്നോർ ചെയ്താൽ ഞാൻ വിചാരിക്കും എന്നോട് ആ ഒരു ഫീൽ വരും, എന്നെ ഇഗ്നോർ ചെയ്യാൻ പാടില്ല ആരും. അതായിരിക്കും ഞാൻ ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ സംസാരിച്ച് എല്ലാവരും ഇങ്ങനെ ഭയങ്കര സ്നേഹം കൊതിക്കുന്നുണ്ടല്ലേ ഭയങ്കരമായിട്ട്. എനിക്കിഷ്ടമാണ് സോഷ്യലൈസ് ചെയ്യാൻ, സംസാരിക്കാൻ. എസ്പെഷ്യലി യങ്ങർ പീപ്പിൾ ഒക്കെ ആവുമ്പോൾ അവരുടെ ആ ഒരു വൈബ് ഉണ്ടാവില്ലേ. സോ ദാറ്റ് ഐ ലൈക്ക് ടു ടോക്ക് ടു ദം. അവർ സംസാരിക്കുന്ന ഇന്നത്തെ ജനറേഷൻ അവരുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ യു അപ്ഡേറ്റ് യുവർ സെൽഫ് ഓട്ടോമാറ്റിക്കലി. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും കൊച്ചു പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാനിങ്ങനെ അവരുടെ കൂടെ കൊഞ്ചിക്കൊണ്ട് ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് ടൈം പാസ് ആയിപ്പോവും. പിന്നെ ഒരു പട്ടിക്കുട്ടിയൊക്കെ കൊണ്ടുവന്നാലും എനിക്കിഷ്ടമാണ്. ഓക്കെ. അതേപോലെ വീട്ടിൽ കുക്കിംഗ് ഒക്കെ പരിപാടി ഉണ്ടോ? ഏറ്റവും നന്നായി കുക്ക് ചെയ്യുന്ന ഒരു ഐറ്റം? ഈ വലിയ ആക്ട്രസ് ഒക്കെ ഇരുന്ന് പറഞ്ഞു കൊടുക്കും എൻ്റെ ഫേവറേറ്റ്, ഇങ്ങനെ എൻ്റെ ഒരു മാസ്റ്റർ പീസ് ഒരു ഐറ്റം ഉണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന മസാല ദോശ എൻ്റെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് ഞാൻ ആ മസാല ഉണ്ടാക്കുന്ന ഒരു സെർട്ടൺ ടൈപ്പ് ഓഫ്
ഇതാണ്. പൊട്ടറ്റോ നമ്മുടെ സ്ഥിരം മസാല ആണ്, പക്ഷേ അതിൻ്റെ ഒരു ടേസ്റ്റ് സച്ച് ദാറ്റ് ദേ ലവ് ഇറ്റ്. അപ്പോൾ എൻ്റെ മോൻ്റെ ഒരു അമേരിക്കൻ പയ്യൻ ഒരു ഫ്രണ്ട് ഉണ്ട്, അവനും വന്നായിരുന്നു. ആൻഡ് ഹി വാസ് സോ ഹാപ്പി, ഹി വാണ്ടഡ് ദോസ. കാരണം അവൻ എല്ലാം ട്രൈ ചെയ്യുന്ന ഒരു ഗൈ ആയിരുന്നു. എന്നുവെച്ചാൽ അമേരിക്കൻ ആണെങ്കിലും ഹി വാണ്ടഡ് ടു ട്രൈ ഓൾ ഇന്ത്യൻ ഫുഡ്. അപ്പോൾ വീട്ടിലാണ് താമസിച്ചത് ബാംഗ്ലൂരിൽ. അപ്പോൾ അവൻ വന്നപ്പോഴേക്കും ഹി വാസ് ലൈക്ക്, മാം കൻ യു ജസ്റ്റ് ഗിവ് മീ ദോസ. അവൻ ശരി എന്നാ മോനെ നമുക്ക് മസാല ദോശ ഉണ്ടാക്കാം. അവൻ 3 മസാല ദോശ കഴിച്ചു. വലുത്. ഇപ്പം ഈ ചങ്കായിട്ടുള്ള അപ്പന്മാരുടെ കഥ നമ്മൾ പറയാറുണ്ട്. അപ്പം അങ്ങനെ പറയുമ്പം ഇപ്പോൾ രഞ്ജി പണിക്കർ സാറ് അല്ലെങ്കിൽ നമ്മുടെ ലാലു അലക്സ് ചേട്ടൻ, അപ്പം അങ്ങനെ കുറേ ഇതുണ്ട്. ഇപ്പം ജോണി ആന്റണി ചേട്ടൻ ഒരു ചങ്ക അപ്പന്മാരാണ് അച്ഛന്മാർ. അതേപോലെ ഒരു ചങ്കമ്മ, ആ കഥയായിരുന്നു മേരി. ഒരു ചാക്കോച്ചനായിട്ടുള്ള കോംബോ ഒക്കെ ആ സമയത്ത് എങ്ങനെയാണ്? ശരിക്കും ഞങ്ങൾ തമ്മിൽ ഭയങ്കര കോംബോ അല്ലേ. പ്രേമിക്കണം, അപ്പൊ വിളിച്ചിട്ട് വേണം അതന്നെ എന്നൊക്കെ പറയുന്നല്ലേ. അതുപോലെയൊക്കെ കംപ്ലീറ്റ്. ആ വരയ്ക്കുന്നില്ലേ കാലുകൊണ്ട് കുരിശ്, അതൊക്കെ രജനീകാന്ത് സ്റ്റൈലൊക്കെ ഭാഷാ സ്റ്റൈലൊക്കെ തോന്നി എനിക്ക്. നമുക്കൊക്കെ അങ്ങനെയൊന്നും ആരും ചെയ്ത് തന്നിട്ടില്ലല്ലോ. നമുക്ക് അങ്ങനെ വന്നിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ അരി കൊണ്ട് തീറ്റിപ്പിക്കും ഇല്ലേ, അങ്ങനെയൊക്കെ പറയുന്നല്ലേ. എൻ്റെ കാലുകൊണ്ട് കുരിശൊക്കെ വരച്ചിട്ട് ചെരിപ്പൊക്കെ ഊരി ഭയങ്കര. എന്നിട്ട് ആ അച്ഛനോട് പറയുന്ന ഒരു സംഭവം ഇല്ലേ, അച്ഛനോട് അച്ഛാ നിങ്ങൾ എന്താ ഇങ്ങനെ മറ്റേ യേശു ക്രിസ്തു അവിടെ നിന്നോളും അങ്ങനെ എന്തോ ഒരു ഡയലോഗ് ഉണ്ട്, പക്ഷെ ഞാൻ ഓർക്കണം. അതന്നെ. പക്ഷെ എനിക്ക് ഒരു ചാൻസ് കൂടെ, അങ്ങനെ അവനൊരു ചാൻസ് പുള്ളി അങ്ങനെ ചെയ്തില്ലയോ അച്ഛന്ന് ചോദിക്കുന്നത്. ശരിക്കും ആ ദുഃഖപുത്രി എന്ന് ഭയങ്കര, ഇപ്പൊ നമ്മള് ഞണ്ടുകളുടെ അത് കണ്ടപ്പോഴും വേറൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്. ഇത് വന്നപ്പോ അതങ്ങ് എക്സ്പ്ലോർ ചെയ്ത് കുറെ നാളായിട്ട് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സാധനം ചെയ്തു. സത്യം. എനിക്ക് ആ ഫസ്റ്റ് ഷോട്ട് തന്നെ അവർ ആധാർ കാർഡിന്റെ എടുത്തത്, അത് എൻ്റെ ഒരു കോൺട്രിബ്യൂഷനും കൂടിയായിരുന്നു അത്. ബിക്കോസ് നമുക്കറിയാം ആധാർ കാർഡിൽ എടുക്കുന്ന ഫോട്ടോ ഒരു മനുഷ്യന്റെ ശരിയാവൂല എന്ന്. സോ ആ ഷോട്ടിൽ അങ്ങനെ ചെയ്തപ്പോഴേക്കും അവർക്കത് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ അവർ പറഞ്ഞു അത് തന്നെ ചെയ്താൽ മതി എന്നായിരുന്നു. കാരണം ഞാനിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയിട്ടാണ് ഇങ്ങനെ വരുമ്പോഴാണ് ഫോട്ടോ എടുക്കുന്നത്. അയ്യോ ഇത് ഈ ഫോട്ടോ ഒന്ന് ഇടാവോ, എന്തായാലും അങ്ങനെയല്ലേ വരുള്ളൂ. അപ്പൊ ഒന്നും കൂടെ എന്നൊക്കെ പറയുമ്പോ വേണ്ട ഇത് മതി എന്ന് പറയാം. എന്ന് പറയുന്നത് അതൊക്കെ ഭയങ്കര നമുക്ക് മൈൻഡിൽ അങ്ങനെ പോവുള്ളൂ. ആധാർ കാർഡ് ആരൊക്കെയെങ്കിലും നല്ല ഫോട്ടോ വന്നിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇനി എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ജോണേഴ്സ് ഉണ്ടോ? അങ്ങനെ കുറേ ഉണ്ടാവും. റിയലി സംതിങ് ചാലഞ്ചിങ് ഡെഫിനറ്റ് ആയിട്ട്. ബയോപിക്സ് ഒന്നും ചെയ്തിട്ടില്ല. ദാറ്റ് ഈസ് ഗോയിങ് ടു ബി എ ബിഗ് ചാലഞ്ച്. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു റിയൽ ലൈഫ് ക്യാരക്ടറിനെ നമ്മൾ അനുകരിക്കണം, അവരുടെ ബോഡി മൂവ്മെന്റ്സ് നമ്മൾ പഠിക്കണം, അവരുടെ വേ ഓഫ് ടോക്കിംഗ് എല്ലാം നമ്മൾ വി ഹാവ് ടു ലേൺ അല്ലേ. അപ്പോൾ അതൊരു വലിയൊരു ഹോംവർക്ക് ആയിരിക്കും നമുക്ക് ചെയ്യാൻ. ബട്ട് ഇറ്റ് വിൽ ബി എ ബിഗ് ചാലഞ്ച്. അപ്പോൾ അതുപോലെ ആരെങ്കിലും ഒരു ബയോപിക്, നമ്മളും വി ഷുഡ് ബി ലുക്കിംഗ് അറ്റ്, നമ്മൾ അതുപോലെ ഇരിക്കണമല്ലോ. ബയോപിക് അല്ലെങ്കിൽ നമ്മൾ അതുപോലെ മേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് കറക്റ്റായിട്ട് റിയൽ ലൈഫ് ക്യാരക്ടർ പോലെയും തോന്നണമല്ലോ. അങ്ങനെ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടോ ഇന്ന ആളുടെ ബയോപിക്? ഇന്നാളുടെ ബയോപിക് എന്ന് പറയാൻ എൻ്റെ ഫേസ് ആരെയായിരിക്കും സൂട്ട് ചെയ്ത് അങ്ങനെ ചിന്തിക്കുമ്പോൾ ആരുമില്ല. പെട്ടെന്ന് അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഉണ്ട് ശാന്തി കൃഷ്ണ. ഒരു സിനിമയ്ക്കുള്ള സ്റ്റോറി ഉണ്ട് നമുക്ക് അല്ലേ, ട്വിസ്റ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതാ പക്ഷെ ആരും വിശ്വസിക്കില്ല. അത് ഞാൻ ഇപ്പോഴും പറയുന്ന കാര്യമാണ്. ശാന്തി കൃഷ്ണയുടെ ക്യാരക്ടർ അല്ല ലൈഫ് സ്റ്റോറി പോലെ എടുത്തിട്ട് സ്ക്രീനിൽ ഇട്ട് കഴിഞ്ഞാൽ കാണുന്നവര് പറയും പിന്നെ റിയൽ ഇങ്ങനെയൊന്നും നടക്കൂല എന്ന്. പക്ഷെ അതൊക്കെ നടന്നിട്ടുണ്ട് എൻ്റെ ലൈഫിൽ, ഞാൻ പറയാണ്. സോ അങ്ങനെ ആരും വിശ്വസിക്കില്ല ചിലപ്പോൾ. സോ അതുകൊണ്ട് ബയോപിക് എടുക്കാതിരിക്കാൻ നല്ലത്. ഭയങ്കര ചിരിച്ചു പറയുന്നില്ല. എനിക്ക് പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിലൊന്നും ഒരു പിഴച്ചിലായോ അത്ര അനുഭവിച്ചോന്നൊക്കെ. നമ്മളിങ്ങനെ ചിരിക്കണം അല്ലേ. അപ്പൊ ചിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പെയിൻ കുറയില്ലേ. അതെ, തീർച്ചയായും. കീപ് സ്മൈലിംഗ്. നാട്ടിൽ ഇപ്പോൾ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, കുറേ വിക്ടിംസ് ഉണ്ട്. അതായത് കുറേ ഈ മാരേജ് പ്രോബ്ലംസ് കാരണം സൂയിസൈഡിലേക്ക് പോകുന്ന, ഇപ്പം അതുല്യ, വിസ്മയ, വിപഞ്ചിക, അങ്ങനെ ലോട്ട് ഓഫ് നെയിംസ് ആഹ്യ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇതൊക്കെ സംഭവിക്കുന്നത്? മാമിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എന്തായിരിക്കും? There have been incidents where നമുക്ക് അറിയില്ല അതിൽ അവിടെ എന്താ സത്യാവസ്ഥ നമുക്ക് അറിയില്ല. പക്ഷേ പെണ്ണുങ്ങൾ തന്നെയാണ് പല സിറ്റുവേഷനിലും ധൈര്യം കാണിക്കേണ്ടത്. ബിക്കോസ് ഫിസിക്കലി എന്തായാലും ഒരാണ് തന്നെയാണ് സ്ട്രോങ്ങർ. എനിക്ക് ഇപ്പം അല്ലാന്ന് വേണമെങ്കിൽ ആർഗ്യൂ ചെയ്യാം, പക്ഷെ ആണ് മെന്റലി പെണ്ണുങ്ങൾ സ്ട്രോങ്ങർ ആണ്. അപ്പോൾ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും they have to come out, please don't go in for suicide. നമ്മളെല്ലാവർക്കും അറിയാം ജനിച്ചപ്പോൾ മരിക്കും ഒരു ദിവസം. പിന്നെ എന്തിനാ നമ്മുടെ ജീവിതം ഇടയ്ക്ക് വെച്ചിട്ട്? എനിക്ക് ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയില്ല, പല സിറ്റുവേഷൻസിൽ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ പിള്ളേരുടെ കാര്യം ആലോചിക്കും.
അപ്പം നമ്മൾ വിചാരിക്കും ഇത് നമ്മൾ ചെയ്യുന്ന സെൽഫിഷാണ് ആക്ച്വലി. ബിക്കോസ് ഈ ആത്മഹത്യ ചെയ്ത് പോകുന്നവർ പിന്നീട് അവരുടെ ഫാമിലിയോ അവർ ബാക്കിയുള്ളവർ ജീവിച്ചിരിക്കുന്നവർ എങ്ങനെയാണ് പിന്നെ അവർ ജീവിക്കാൻ പോകുന്നതെന്ന് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? മേ ബി ദേ വിൽ ബി റിയലി അപ്സെറ്റ്. അവർ അമ്മയോ അവർക്ക് ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അവർക്കത് സഹിക്കാൻ പറ്റില്ല, അവരാണ് ജീവിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഡോണ്ട് ഗോ ഫോർ ദാറ്റ്. കാരണം അത് നമ്മൾ സൂയിസൈഡ് ചെയ്യാതിരിക്കാൻ, അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ് ഇന്നത്തെ ഇതിൽ കുറേ വിമൻ ഓർഗനൈസേഷൻസ് ഉണ്ട്, NGOs ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, ഓപ്പൺ ഹെൽപ്പ് ലൈൻസ്. സോ അതൊക്കെ യൂട്ടിലൈസ് ചെയ്യണം. നമുക്ക് തെറപ്പി പോകണോ, ഗോ ഡു ഇറ്റ്. അല്ലെങ്കിൽ ആരെങ്കിലും ഫ്രണ്ട്സ് ഇല്ലെങ്കിലും ഇതുപോലത്തെ അസോസിയേഷൻസ് ഓർഗനൈസേഷൻസിന് ഗോ ആൻഡ് ആസ്ക് ഫോർ ഹെൽപ്പ്. പോലീസിൻ്റെ അടുത്ത് പോയി, ഐ മീൻ വാട്ട് എവർ ദ സിറ്റുവേഷൻ, ഫസ്റ്റ് അത് ചിന്തിക്കണം. കാരണം ഈ സ്പെർ ഓഫ് ദ മൊമെന്റിൽ തോന്നുന്നതാണ് ഈ സൂയിസൈഡൽ ടെൻഡൻസീസ് വരുന്നത്. ആ ഒരു മൊമെന്റ് കഴിഞ്ഞു പോയാൽ ഐ ഡോണ്ട് തിങ്ക് അവർ സൂയിസൈഡ് ചെയ്യുന്നത്. പിന്നെ കൊന്നൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദാറ്റ്സ് മർഡർ ഇസ് സംതിങ് വിച്ച് യു കാണ്ട് ഈവൻ, അട്രോഷ്യസ് ആണ് അതൊക്കെ ചിന്തിക്കുന്നത്. ദേ ആർ നോട്ട് ഈവൻ ഹ്യൂമൻ ബീങ്സ്. അവർ ചെയ്യുന്ന അങ്ങനെ ആൾക്കാരൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് എന്താ പറയുക, അവരൊക്കെ അതൊക്കെ അൺഫോർച്ചുനേറ്റ് ആണെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ബട്ട് നമ്മൾ വി ഹാവ് ടു ഷോ ദാറ്റ്. കൊച്ചിലെ മുതൽ അമ്മമാർ മക്കളുടെ അടുത്ത്, എസ്പെഷ്യലി ആ മക്കളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ് മ്യൂച്വൽ റെസ്പെക്റ്റ് ചെയ്യണം, വുമനെ റെസ്പെക്റ്റ് ചെയ്യണം. അത് തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അവരങ്ങനെ വേണം അവർ വളരാൻ. അല്ലാതെ അച്ഛൻ അമ്മയെ അടിക്കുന്നതും അച്ഛൻ അമ്മയെ ചീത്ത വിളിക്കുന്നതും അല്ല അച്ഛൻ അമ്മയെ അങ്ങനെ ഒരു ചീപ്പായിട്ട് ട്രീറ്റ് ചെയ്യുന്നതും നീ പോടി വാടി എന്നൊക്കെ ആ സ്റ്റൈലിൽ സംസാരിക്കുന്നതും, അപ്പോൾ അവരത് കണ്ട് വളർന്നു കഴിഞ്ഞാൽ അവർ വിചാരിക്കുമ്പോൾ ഒരു ഷീസ് ജസ്റ്റ് എ ടൂൾ. നമ്മളൊരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളെ നമ്മുടെ പാവയാണ്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും അവളെ ട്രീറ്റ് ചെയ്യാം, അവൾ അവിടെ കിടന്നോളും. സോ ദാറ്റ് ആറ്റിറ്റ്യൂഡ് ഹാസ് ടു ചേഞ്ച്. അത് ഇന്നത്തെ പിള്ളേർ, ഇന്നത്തെ ജനറേഷൻ പിള്ളേർ കുറേ കൂടെ സ്മാർട്ടാണ്. സോ ദേ ലൈക്ക് ടു ടെൽ ദം ആദ്യം തന്നെ, ഞാനും ഹ്യൂമൻ ബീങ് ആണ്, യു ബെറ്റർ റെസ്പെക്ട് മീ. അവർക്ക് പറയാനുള്ള ധൈര്യമുണ്ട്. അപ്പോൾ ഐ ജസ്റ്റ് ഫീൽ ആ ഒരു സപ്പോർട്ട് സിസ്റ്റം നമുക്ക് ഫാമിലി ഇല്ല, ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇങ്ങനത്തെ അസോസിയേഷൻസ് ഓർ സം ഹെൽപ്പ് ലൈൻ, സംതിങ് യു ഹാവ് ടു അപ്രോച്ച്. ദയവ് ചെയ്ത് ഡോണ്ട് ഗോ ഇൻ ഫോർ സൂയിസൈഡ്. ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. It was wonderful talking to you too. നല്ല lively ആയിരുന്നു. So thank you so much Kaumudi, for everybody, Kavya, എല്ലാവർക്കും, the whole crew. Thank you so much. Thank you so much. Thank you ma. Take care.